മഴയത് കാരണം രാവിലെ എണീക്കുന്നത് ഭയങ്കര മടി പിടിച്ച കാര്യമാണ്. അല്ലെ തന്നെ രാവിലെ എണീക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്നോട് മഴയും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കട്ടിലേന്ന് എണ്ണിക്കാനേ തോന്നത്തില്ല. ഇവിടെ ഡ്യൂട്ടിയും കൂടെ ആയി കഴിഞ്ഞപ്പോൾ അടിപൊളി കേസ് ആണെങ്കിൽ 6:30 എണ്ണിക്കേണ്ടതാണ്. ഞാൻ 6:30 എണ്ണിട്ട് 6:45 വരെ കിടക്കാന്ന് വെച്ചാൽ കിടന്ന്, എന്നിട്ട് പിന്നെ 7 മണി വരെ കിടന്ന്, പിന്നെ 7:15 വരെയും കിടന്ന്. ഇനിയും കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഡ്യൂട്ടിക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വേഗം എണ്ണി കഴിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. പിന്നെ ഫുഡൊക്കെ എടുത്ത് ഓടുമായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയിരുന്നു. പിന്നെ 6 മണിക്കൂർ അവിടെ ഇരിക്കണമെന്ന് ആലോചിച്ചിട്ട് അതിനേക്കാളും എനിക്ക് മടി വരുമായിരുന്നു. പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലായിരുന്നു. പിന്നെ അവിടെ പോയി അവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ച് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ അവിടെ മ്യൂസിയം എഴുതി വെച്ചേക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ ഇതുവരെ കയറിയിട്ടില്ല. എന്നാൽ പിന്നെ അത് പോയി കാണാന്ന് വെച്ചിട്ട് ഞങ്ങൾ അതിനകത്ത് കയറി. പിന്നെ കുറെ നേരം അവിടെ നിന്ന്. പിന്നെ ഞങ്ങൾ തിരിച്ച് വാടി വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഏതോ പ്രോഗ്രാം കാണാനെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി. പിന്നെ പ്രോഗ്രാം കാണാൻ പോകുന്നതാണ് ഞങ്ങൾ കടയിൽ കയറി 2 ഐസ്ക്രീം ഒക്കെ മേടിച്ചിട്ടാണ് പോയത്. ഇവിടുത്തെ ഹോസ്പിറ്റലിലെ സ്റ്റാഫിന്റെ ഒക്കെ പിള്ളേർ പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും 1:30 പിന്നെ 2 മണി വരെ ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉള്ളൂ. പിന്നെ ഞങ്ങൾ ആരും വാർഡിലോട്ടൊന്നും പോയില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ക്യാൻറ്റീനിൽ കയറി കാപ്പിയൊക്കെ കുടിച്ചു. പിന്നെ അവിടുത്തെ കാപ്പി ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അകത്ത് വന്ന് അവിടുന്ന് കാപ്പി കുടിച്ച്. പിന്നെ അവിടെയും കുറെ നേരം ഇരുന്ന് അപ്പോഴത്തേക്കും അടുത്ത ഷിഫ്റ്റിനുള്ള ആൾക്കാർ വന്നു. 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പോയി ബയോമെട്രിക് ചെയ്ത് കഴിഞ്ഞ് ഹോസ്റ്റലിൽ വന്ന് കുളിച്ചിട്ട് കഴിച്ചിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. അത് നല്ല സുഖമായിരുന്നു. അതുകൊണ്ട് പിന്നെ കിടന്നുറങ്ങി.